ഇനി ടോപ്പ് 10 ആ സുപ്രധാന വാർത്തയിലേക്കാണ്, ആ ടോപ്പ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന മണൽ ഖനനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. കുട്ടനാട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ എന്നതിന്റെ പേരിൽ ആരംഭിച്ച മണൽവാരലാണ് കരിമണൽ ഖനനമായി മാറിയിരിക്കുന്നത്. തീരദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. 2018-ലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ ഖനനം ആരംഭിച്ചത്. കുട്ടനാട്ടിൽ ഒഴുകിയെത്തുന്ന അധിക ജലം പെട്ടെന്ന് കടലിലേക്ക് ഒഴുകിപ്പോകാനെന്ന വ്യാജേനയായിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ ഖനനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ അത് കരിമണൽ ഖനനമായി മാറിയിരിക്കുന്നു. പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ മണൽ ഖനനം നടത്താൻ പാടില്ല എന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കുട്ടനാട്ടിലെത്തുന്ന അധിക ജലം ഒഴുകിപ്പോകണമെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് എത്തുന്ന ലീഡിംഗ് ചാനലിലെ അടക്കം മണൽ മാറ്റേണ്ടതുണ്ട്. എന്നാൽ ഇതിനു മുതിരാതെ പൊഴിയിലെ മണ്ണ് മാത്രം മാറ്റുന്നതാണ് കരിമണൽ ലോബിയെ സഹായിക്കാനാണെന്ന ആക്ഷേപമുയരാൻ കാരണമായത്. തീരപ്രദേശം കൂടുതലുള്ള ജനസാന്ദ്രതയേറിയ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന മണൽ ഖനനം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീരദേശവാസികൾ ഭയപ്പെടുന്നു. തുടർച്ചയായി ജില്ലയിലുണ്ടാകുന്ന കടലാക്രമണങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് മണൽ ഖനനത്തിന് അനുമതി നൽകിയ നീക്കം തീരദേശ ജനതയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് പരാതി ഉയരുന്നത്. കേവലം ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയല്ല, മുഖ്യമന്ത്രിക്കും മകൾക്കും അടക്കം പണം കൊയ്യുവാൻ വേണ്ടി ഈ കരിമണൽ, ഈ പ്രദേശത്തെ കരിമണൽ കവർന്നെടുക്കുന്ന നൂറുകണക്കിന് ലോറികളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം, നൂറുകണക്കിന് ലോറികൾ, അനേകം ഹിറ്റാച്ചികൾ, JCBകൾ. ഇതൊരു ദുരന്തമുഖത്ത് പോലും സംരക്ഷണ പ്രവർത്തനത്തിന് വയനാട്ടിൽ ഇത്രയും JCB ഹിറ്റാച്ചി ഉപയോഗിച്ച് നമ്മൾ കണ്ടില്ല. ഒരു പ്രദേശത്തെ കവർന്നെടുക്കാൻ വേണ്ടി കരിമണൽ മാഫിയയ്ക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ ഇത്രയേറെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നു. ഒരു ജനത മുറവിളി കൂട്ടുന്നു. എത്രയോ ദിവസങ്ങളായി, ആയിരക്കണക്കിന് ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന സമരത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് കാണിക്കുന്ന വലിയ ക്രൂരത. ബ്രിട്ടീഷ് ഗവൺമെൻറ് പോലും, നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ പോലും ഇങ്ങനെ ഇന്ത്യൻ ജനതയോട് കാണിച്ചിട്ടില്ല. അതിനും വലിയ കടുത്ത ക്രൂരതയാണ് സർക്കാർ ഈ പ്രദേശത്തെ തീരദേശ ജനതയോട്, മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് കാണിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. വയനാട് ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആലപ്പുഴയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഈ മണൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ തുടരുന്ന മണൽ ഖനനം ഒരു പാരിസ്ഥിതിക ആഘാത പഠനമോ സോഷ്യൽ ഓഡിറ്റിങ്ങോ ഇല്ലാതെയാണ് നടക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പൊഴിയുടെ വീതി കൂട്ടാൻ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മണൽ ഖനനം പ്രദേശവാസികളായ ജനപ്രതിനിധികളുടെ പോലും അഭിപ്രായം കേൾക്കാൻ തയ്യാറാകാതെയാണ് നടപ്പാക്കിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.